സലീം, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ IFFK സമാപിക്കുകയാണ്. വിവിധ മേഖലകളിൽ പുരസ്കാരങ്ങളും ആദരിക്കൽ ചടങ്ങുകളും ഒക്കെ ഉണ്ടാവും. KPCC കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നു. ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിലെ ED ഹർജിയിൽ വിധിയുമുണ്ടല്ലോ. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്ന് തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വാർത്താ ദിനമാണ്. നിരവധി വാർത്തകൾ ഉണ്ട്. അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് ഇന്നത്തെ IFFK സമാപനം. സമീപകാലത്ത് നടന്ന IFFKകളിൽ ഏറ്റവും നിറം മങ്ങിയ IFFK ആയിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. പലവിധ വിവാദങ്ങളായിരുന്നു ഇത്തവണത്തെ IFFKയിൽ അരങ്ങേറിയത്. അതിലേറ്റവും പ്രധാനം ഈ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് സിനിമകൾ പ്രദർശിപ്പിക്കാൻ കഴിയാത്തതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. അതിന് പിന്നാലെ ആ സിനിമകളൊക്കെ പ്രദർശിപ്പിക്കുമെന്ന് കേരളം നിലപാടെടുത്തെങ്കിലും അത് പൂർണ്ണമായി പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരർത്ഥത്തിൽ കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് വഴങ്ങേണ്ടി വന്നു. ആ സിനിമകൾ ഇതുവരെയും പ്രദർശിപ്പിക്കാത്ത 6 സിനിമകൾ ഇന്നും പ്രദർശിപ്പിക്കില്ല. ആകെ 19 സിനിമകൾക്കായിരുന്നു കേന്ദ്രം പ്രദർശനാനുമതി നൽകാഞ്ഞത്. ഏറ്റവും ഒടുവിൽ അതിൽ 6 സിനിമകൾ ഒഴികെ ബാക്കി എല്ലാ സിനിമകൾക്കും പ്രദർശനാനുമതി നൽകിയെങ്കിലും ഇന്ന് അവസാന ദിവസവും ബാക്കി 6 സിനിമകളും പ്രദർശിപ്പിക്കില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ റസൂൽ പൂക്കുട്ടിയുടെ അസാന്നിധ്യം കൊണ്ടുകൂടി ശ്രദ്ധേയമായിരുന്നു ഇത്തവണത്തെ മേള. അത് വലിയ വിവാദമാവുകയും ചെയ്തു. പ്രത്യേകിച്ച് വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ അതിന് പിന്നാലെ കഴിഞ്ഞ ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തി. അതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ സമയവും താൻ ഇക്കാര്യങ്ങളൊക്കെ വിർച്വലായി നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ചത് വിർച്വലായി നിയന്ത്രിക്കാനാണ്. തൻ്റെ അഭാവം ഒരു വിധത്തിലും ഇവിടെ ബാധിച്ചിട്ടില്ല എന്നൊരു ന്യായീകരണമാണ് നടത്തിയത്. ഇന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ റസൂൽ പൂക്കുട്ടി പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ നിലയിൽ വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് മേളയ്ക്ക് തിരശ്ശീല വീഴുന്നത്. ഇന്ന് 6 മണിക്ക് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ വിഖ്യാത സംവിധായകൻ സയ്യിദ് മിർസയെ ആദരിക്കും. ചലച്ചിത്ര രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയതിനുള്ള ആദരവാണ് ഉള്ളത്. ഒപ്പം ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മൗറത്തേനിയൻ സംവിധായകനായ അബ്ദുർ റഹ്മാൻ സിസാക്കോയ്ക്കാണ് സമ്മാനിക്കുക. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി യോഗമാണ്. കോൺഗ്രസിനായി പുതിയ കോർ കമ്മിറ്റി തീരുമാനിച്ചതിന് ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത്. കോർ കമ്മിറ്റി രൂപീകരിച്ചതിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട തിരക്കുകളുമായതിനാൽ കോർ കമ്മിറ്റി യോഗം ചേരാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോർ കമ്മിറ്റി യോഗം ഇന്ന് ആദ്യ യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങളാകും ചർച്ചയാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം ചർച്ചയാകുന്നതിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകും. ജനുവരിയോടുകൂടി തന്നെ പൂർണ്ണാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനാണ് നിലവിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കോർ കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ തുടർന്ന് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നുള്ള കാര്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. ഈ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ഈ പ്രതികളാക്കപ്പെട്ടവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതും അവരെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നത് ഉൾപ്പെടെയുള്ള വാഗ്ദാനം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ KPCC ഔദ്യോഗികമായി തന്നെ ഇന്നത്തെ യോഗത്തോടുകൂടി തീരുമാനമെടുക്കും. ഒപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേന്ദ്ര ഇടപെടലിനെതിരെ കൂടിയുള്ള സമരം ശക്തമാക്കുന്നതും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകും. അങ്ങനെ വിവിധ വിഷയങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം തന്നെ ഈ KPCC സെക്രട്ടറിമാരുടെയും DCC അധ്യക്ഷന്മാരുടെയും പുനഃസംഘടനയെ സംബന്ധിച്ചുള്ള കോർ കമ്മിറ്റിയുടെ തീരുമാനവും ഇന്നെടുക്കും. അതിന് പിന്നാലെ ആ വിഷയം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ട എൻഫോഴ്സ്മെന്റ് നൽകിയ ഹർജി, ആ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ ഇന്നാണ് വിധി. ഈ സമാന്തരമായ ഒരു അന്വേഷണം ED നടത്തുന്നത് ഗുണപ്പെടില്ല എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് കോടതിയിൽ അറിയിച്ചത്. പക്ഷേ ED ഒരു അന്വേഷണം നടക്കുന്നത് എങ്ങനെയാണ് അന്വേഷണത്തെ തടസ്സമാകുന്നത് എന്നുള്ളതായിരുന്നു ED ഭാഗത്ത് നിന്നുള്ള അഭിഭാഷകന്റെ ചോദ്യം. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം, നയപരമായ തീരുമാനം ഇന്ന് കോടതി എടുക്കും. അതിനുശേഷം ഈ FIR-ഉം ഒപ്പം തന്നെ FISS-ഉം ഉൾപ്പെടെയുള്ളവ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് ED-ക്ക് കൈമാറിയേക്കും. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൽ ഇടപെടരുത് എന്നൊരു നിർദ്ദേശം കൂടി കോടതി നൽകാനാണ് സാധ്യത. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.